സംസ്ഥാനത്ത് ആക്രിക്കടത്തും വൻ GST വെട്ടിപ്പും. ആക്രിക്കൊക്കെ പൊന്നും വിലയാ. ഒന്നുമില്ലെന്ന് പറഞ്ഞേക്കേ. ആവശ്യക്കാർ വിളിക്കും, വേണമെന്നുള്ളൊരു പോയാൽ മതി. ആഘോഷിക്കാം തെരഞ്ഞെടുപ്പിനൊപ്പം. തെരഞ്ഞെടുപ്പായപ്പം കുറെ ആശാമാർ ചാക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നോക്കി, മോദി ജി is very strong. He is a very strong leader. That's the only reason I came to this party. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. ഇനി ഒരു 4 പ്രസിഡന്റന്മാർക്ക് ഞാൻ ലെറ്റർ കൊടുത്തു. അവരാരും ഒന്നും മാറ്റിയില്ല. ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസിഡറേഷനും തന്നില്ല. ആർക്കും വേണ്ടെന്ന് തോന്നിയാൽ വന്നതുപോലെ പോയിക്കോളും. എന്താ ഇതുപോലെ മികച്ച നടനുള്ള നാടിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാകുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മോഡിജിയുടെ ഒരു വ്യക്തിപ്രഭാവം, രാജ്യത്തിൻ്റെ ഒരു ഉയർച്ച, കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നത് തന്നെയാണ്. ആ പ്രത്യയ ശാസ്ത്രത്തിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെയൊക്കെ വലിയ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൽ പാളിച്ചകളുണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ലടേ. തെരഞ്ഞെടുപ്പ് ആകുമ്പം രാഷ്ട്രീയ പാർട്ടികൾ റിക്രൂട്ട്മെന്റ് ഓഫീസൊക്കെ തുറന്നു വെക്കും. നിയമസഭയിൽ CPM ആയിരുന്നു, ഇപ്പം BJP. ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ BJPയുടെ റിക്രൂട്ട്മെന്റ് ഓഫീസ്. 20 വർഷം മുമ്പുള്ള കഥയാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന S കൃഷ്ണകുമാർ കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് ചാടിയത്. പക്ഷേ ഈ 2004 2009 UPA ആയിരുന്നു കേന്ദ്രഭരണം. അന്ന് ഈ BJP റിക്രൂട്ട്മെന്റ് ഓഫീസെല്ലാം അങ്ങ് പൂട്ടി. ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ. 2011 ആയപ്പോൾ അൽഫോൺസ് കണ്ണന്താനം ഇടതുപാളയത്തിൽ നിന്ന് എവിടെ എത്തി? BJPയിലെത്തി. 2014 ആയപ്പോൾ മോദി അധികാരത്തിൽ വന്നല്ലോ. 2019 മുമ്പ് തന്നെ പിന്നെയും BJP റിക്രൂട്ട്മെന്റ് ഓഫീസൊക്കെ തുടങ്ങിയില്ലേ. 2018 എത്ര പേരെ കോൺഗ്രസിൽ നിന്ന് പോയത് BJPയിലോട്ട്? K. രാമൻ നായർ, J. പ്രമീള ദേവി. 2019 പിന്നെയും KS രാധാകൃഷ്ണൻ. ശ്രീകുമാർ പോയില്ലേ? പോയല്ലോ. CPMലും കോൺഗ്രസിലും സേവിച്ചു മടുത്ത AP അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് പോയി. പിന്നെ പോയവർക്കെല്ലാം സ്ഥാനം കിട്ടി. ഉപാധ്യക്ഷ പദവിയാണല്ലോ വരുത്തന്മാർക്കുള്ള അവിടുത്തെ എൻട്രി കേട്ടർ. എന്നാ ഇനി ഒരു CPM കഥ സൊല്ലട്ടുമാ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് ചാക്കുമായിട്ട് ഇറങ്ങിയത്? CPM ആണേ. അന്ന് ആരൊക്കെ ഈ ചാക്കിൽ വീണത്? AP അനിൽകുമാർ, PS പ്രശാന്ത്, KV തോമസ്, PC ചാക്കോ. ഈ സാറുമാർക്കെല്ലാം മുന്തിയ കസേര തന്നെ പാർട്ടി കൊടുത്തോ? കേട്ടല്ലോ. ഇപ്പൊ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പായി. അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ, ഇത് രണ്ടും BJP കേന്ദ്ര നേതൃത്വത്തിന്റെ സർജിക്കൽ ഓപ്പറേഷനാണ്. കേന്ദ്ര സർജിക്കൽ ഓപ്പറേഷൻ നടത്തിയെങ്കിലേ ഇവിടെ ഞങ്ങളുടെ K. സുരേന്ദ്രജിയും വെറുതെ ഇരുന്നില്ല. വലയിട്ടു, പിടിച്ചു. ആരെയൊക്കെയാ? പന്തളം പ്രതാപൻ, C. രഘുനാഥ്, പത്മിനി തോമസ്, തമ്പാനു സതീഷ്, പിന്നെ ഏതോ ഒരു ഉദയകുമാർ. അങ്ങനെ എത്ര പേര്. അല്ല, ഒരു സംശയം, കേരളത്തിലെ ഏറ്റവും വലിയ റിക്രൂട്ടിംഗ് പാർട്ടി ആരാ? ഗോൾ നില നോക്കുമ്പം BJP ആണ്. പിന്നെ അവിടെ എവിടെയും ഭരണമില്ലാത്തതുകൊണ്ട് കോൺഗ്രസിന് ചാക്കിട്ട് പിടിച്ചെന്നുള്ള പേരുദോഷമില്ല. അപ്പോഴേ ഈ വന്നവരൊക്കെ കൂടി ചേർന്ന് സീറ്റ് പിടിക്കൂ ഇത്തവണ? പിടിക്കൂ. 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है. നമ്മളെ കൊണ്ട് ബടായി പറയിക്കും. മിക്കവാറും പറയിക്കും.